ഹായ് ഫ്രണ്ട്സ്, സ്മിത് പ്രസാദ്. പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു. അവൻ ഒരു മോശം ആളായിരുന്നു. നിന്റെ അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നോ? അവർ ഇന്നലെ വളരെ തിരക്കിൽ ആയിരുന്നു. ഞാൻ ഉറങ്ങുകയായിരുന്നു. കാലാവസ്ഥ ഇന്നലെ എങ്ങനെയായിരുന്നു? എന്നിങ്ങനെ ഒരു ദിവസം മലയാളത്തിൽ നമ്മൾ അനവധി തവണ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഒന്നും ഇംഗ്ലീഷ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ. ഇന്ന് വളരെ വേഗത്തിൽ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാം എന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ. പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു. ദ എക്സാം വാസ് ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്. എന്താണ് ഇത്? എക്സാം വാസ് ഡിഫിക്കൽട്ട്. പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു. അവൻ ഒരു മോശം ആളായിരുന്നു. He was a bad guy. എന്താണ് ബാഡ് ഗൈ എന്ന് പറഞ്ഞാൽ? ബാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചീത്ത അല്ലേ. ബാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചീത്ത. അപ്പൊ എന്താണ്? അവൻ ഒരു മോശം ആളായിരുന്നു. He was a bad guy. നിന്റെ അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നോ? ചോദ്യം ചോദിക്കണം. എന്താണ്? നിന്റെ അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നോ? ചോദ്യം ചോദിക്കുകയാണ്. Was your father an engineer? എന്താണ്? Was your father an engineer? അവർ ഇന്നലെ വളരെ തിരക്കിലായിരുന്നു. എന്താണ്? അവർ ഇന്നലെ വളരെ തിരക്കിലായിരുന്നു. They were very busy yesterday. എന്താണ്? They were അവർ ആയിരുന്നു very busy വളരെ തിരക്കിൽ yesterday ഇന്നലെ. ഞാൻ ഉറങ്ങുകയായിരുന്നു. I was sleeping. ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് എങ്ങനെ പറയാം? I was sleeping. കാലാവസ്ഥ ഇന്നലെ എങ്ങനെയായിരുന്നു? കാലാവസ്ഥ ഇന്നലെ എങ്ങനെയായിരുന്നു? How was the weather yesterday? ഇന്നലെ കാലാവസ്ഥയ്ക്ക് എന്താ പറയാ? weather. How was the weather yesterday? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ മലയാളത്തിൽ ഇംഗ്ലീഷ് നമുക്ക് കണ്ടെത്താൻ പറ്റിയല്ലോ. ഒന്നുകൂടെ നമുക്ക് നോക്കി നോക്കാം അല്ലേ. പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു. The exam was difficult. The exam was difficult. അവൻ ഒരു മോശം ആളായിരുന്നു. He was a bad guy. He was a bad guy. നിന്റെ അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നോ? Was your father an engineer? എന്താണ്? Was your father an engineer? An engineer. അവർ ഇന്നലെ വളരെ തിരക്കിൽ ആയിരുന്നു. They were very busy yesterday. എന്താണ്? They were very busy yesterday. ഞാൻ ഉറങ്ങുകയായിരുന്നു. I was sleeping. കാലാവസ്ഥ ഇന്നലെ എങ്ങനെയായിരുന്നു? How was the weather yesterday? കാരണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയല്ലോ. ഇനി നമുക്കൊരു 3-4 എക്സാമ്പിൾസ് നമ്മൾ നോക്കി നോക്കാം അല്ലേ. അവർ അവധിയായിരുന്നു. ഞാൻ എന്റെ മുറിയിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു? അവർ ഇന്നലെ തിരക്കിൽ ആയിരുന്നു. മീരയ്ക്ക് കഴിഞ്ഞ രാത്രി സുഖമില്ലായിരുന്നു. അവർ ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഇല്ലായിരുന്നു. എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. ഇതിന് ഇംഗ്ലീഷ് എങ്ങനെ വളരെ ലളിതമായി നമുക്ക് ഉപയോഗിക്കാം, പഠിക്കാം എന്നുള്ളത് നമ്മൾ നോക്കി നോക്കാം അല്ലേ. എന്താണ്? അവർ അവധിയായിരുന്നു. എന്താണ്? അവർ അവധിയായിരുന്നു. They were on a holiday. എന്താണ്? അവധിക്ക് എന്താ പറയാ? ഹോളിഡേ. അവർ അവധിയായിരുന്നു. They എന്ന് പറഞ്ഞാൽ അവർ ആയിരുന്നു. They were on a holiday. അവർ അവധിയായിരുന്നു. ഞാൻ എന്റെ മുറിയിൽ ഉണ്ടായിരുന്നില്ല. I was not. ഞാൻ ഉണ്ടായിരുന്നില്ല. In my room. എന്റെ മുറിയിൽ. ഞാൻ എന്റെ മുറിയിൽ ഉണ്ടായിരുന്നില്ല. I was not in my room. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു? Where were you? ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ആഴ്ച. Where were you ലാസ്റ്റ് വീക്ക്? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു? അവർ ഇന്നലെ തിരക്കിൽ ആയിരുന്നു. They were busy yesterday. busy എന്ന് പറഞ്ഞാൽ എന്ത്? തിരക്ക്. They were അവർ ആയിരുന്നു. busy ആയിരുന്നു. yesterday ഇന്നലെ. മീരയ്ക്ക് കഴിഞ്ഞ രാത്രി സുഖമില്ലായിരുന്നു. മീരയ്ക്ക് കഴിഞ്ഞ രാത്രി
സുഖമില്ലായിരുന്നു. മീര വാസ് നോട്ട് വെൽ. മീരയ്ക്ക് സുഖമില്ലായിരുന്നു. എപ്പോഴ്? ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി അല്ലെ. മീരയ്ക്ക് കഴിഞ്ഞ രാത്രി സുഖമില്ലായിരുന്നു എന്നുള്ളത് എങ്ങനെ പറയാം? മീര വാസ് നോട്ട് വെൽ ലാസ്റ്റ് നൈറ്റ്. അവർ ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഇല്ലായിരുന്നു. They were not here. അവർ ഇവിടെ ഇല്ലായിരുന്നു. ലാസ്റ്റ് സൺഡേ, കഴിഞ്ഞ ഞായറാഴ്ച. They were not here last Sunday. എന്താണ്? അവർ ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഇല്ലായിരുന്നു. കണ്ടു, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ? ഒന്നുകൂടെ നോക്കി നോക്കാം അല്ലേ. അവർ അവധിയായിരുന്നു. അവധിക്ക് എന്താ ഇംഗ്ലീഷ് പറയാ? ഹോളിഡേ. They were on a holiday. ഞാൻ എന്റെ മുറിയിൽ ഉണ്ടായിരുന്നില്ല. I was not. ഞാൻ ഉണ്ടായിരുന്നില്ല. In my room. എന്റെ മുറിയിൽ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു? Where were you last week? വീക്കിന് എന്താ പറയാ? ആഴ്ച അല്ലേ. ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച. അവർ ഇന്നലെ തിരക്കിൽ ആയിരുന്നു. They were busy yesterday. busy എന്ന് പറഞ്ഞാൽ തിരക്ക്, were എന്ന് പറഞ്ഞാൽ ആയിരുന്നു. They were അവരായിരുന്നു, busy ആയിരുന്നു. yesterday ഇന്നലെ. മീരയ്ക്ക് കഴിഞ്ഞ രാത്രി സുഖമില്ലായിരുന്നു. മീര was not well. മീരയ്ക്ക് സുഖമില്ലായിരുന്നു. ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി. അവർ ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഇല്ലായിരുന്നു. They were not here last Sunday. Sunday എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. ലാസ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച. ഇയർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ നോക്കി നോക്കൂ. They were not here. അവർ ഇവിടെ ഇല്ലായിരുന്നു. ലാസ്റ്റ് സൺഡേ, കഴിഞ്ഞ ഞായറാഴ്ച. എന്താണ്? അവർ ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഇല്ലായിരുന്നു. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒരു 3-4 എക്സാമ്പിൾസ് നോക്കി നോക്കാം അല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് രാവിലെ വൈകി വന്നത്? Why were you late this morning? അവൻ ഇന്നലെ ഒരു പാർട്ടിയിൽ ആയിരുന്നു. He was at a party yesterday. He was at a party yesterday. ഞാൻ കഴിഞ്ഞ രാത്രി തളർന്നിരുന്നു. I was tired last night. നിങ്ങൾ ഇന്നലെ വൈകിയാണ് വന്നത്. You were late yesterday. You were late yesterday. അപ്പൊ I, he, she ഇവയുടെ കൂടെ was വരും. You, they, we ഇവയുടെ കൂടെ were വരും അല്ലേ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചത് മാത്രം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് രാവിലെ വൈകി വന്നത്? Why were you late this morning? അവൻ ഇന്നലെ ഒരു പാർട്ടിയിൽ ആയിരുന്നു. He was at a party yesterday. ഞാൻ കഴിഞ്ഞ രാത്രി തളർന്നിരുന്നു. I was tired last night. നിങ്ങൾ ഇന്നലെ വൈകിയാണ് വന്നത്. You were late yesterday. കാരണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.